കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ മെഗാ നൃത്ത സന്ധ്യയ്ക്കിടെ സ്റ്റേഡിയത്തിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA ഇന്ന് ആശുപത്രി വിടും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഉമാ തോമസ് ആശുപത്രി വിടുന്നത്. വീഴ്ചയിൽ MLAയുടെ ശ്വാസകോശത്തിനും നട്ടലിനും തലച്ചോറിനും പരിക്കേറ്റിരുന്നു. 44 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തൃക്കാക്കര MLA ഉമാ തോമസ് ആശുപത്രി വിടുന്നത്. നിലവിൽ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് വൈകിട്ട് കൊച്ചി റിനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്കൊപ്പം MLA മാധ്യമങ്ങളെ കാണും. MLAയുടെ സ്വന്തം വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കൊച്ചി പൈപ്പ് ലൈനിലെ വാടക വീട്ടിലേക്കാകും ഉമാ തോമസ് പോകുക. ഇക്കഴിഞ്ഞ ഡിസംബർ 29-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കവെയാണ് VIP ഗാലറിയിൽ നിന്നും MLA താഴേക്ക് വീണത്. പരിപാടിയിൽ പങ്കെടുത്തിരുന്ന മന്ത്രി സജി ചെറിയാനെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോൾ അശാസ്ത്രീയമായി നിർമ്മിച്ച ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ തട്ടി MLA താഴേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ MLAയുടെ തലച്ചോറിനും ശ്വാസകോശത്തിനും വാരിയെല്ലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന നൃത്തസന്ധ്യക്കിടയിലാണ് അപകടം സംഭവിക്കുന്നത്. ആശുപത്രിവാസത്തിനിടയിൽ ഓൺലൈനിലൂടെ MLA വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ സന്ദർശിച്ചിരുന്നു. ജനം, കൊച്ചി.